വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ബംഗ്ലാദേശിന് കൈമാറില്ല. കുറ്റവാളികളെ കൈമാറുവാൻ നിലവിലുള്ള ഉഭയകക്ഷി കരാർ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യ അംഗീകരിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ കൈമാറേണ്ടതില്ലെന്ന കരാർ വ്യവസ്ഥയുടെ 6-ാം അനുച്ഛേദത്തിൽ വ്യക്തമാക്കുന്നുണ്ടെന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ കൊലപാതക കേസുകളാണെങ്കിൽ അതിലുൾപ്പെട്ടവരെ കൈമാറണമെന്ന വ്യവസ്ഥ 2024 ഡിസംബറിൽ ബംഗ്ലാദേശ് ഉൾപ്പെടുത്തിയിരുന്നു. ഈ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം നിയോഗിച്ച അന്താരാഷ്ട്ര ക്രൈം ട്രൈബ്യൂണൽ വധശിക്ഷ വിധിച്ചതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന ആവശ്യം ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം രേഖാമൂലം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യത്തോട് ഇന്ത്യ നേരിട്ട് പ്രതികരിച്ചില്ല. തിങ്കളാഴ്ചയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച് ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ വിധി പ്രസ്താവിച്ചത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്ന ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തിയെന്ന പേരിലാണ് ഷെയ്ഖ് ഹസീന വിചാരണ നേരിട്ടത്. പോലീസ് നടപടി സംബന്ധിച്ച കേസിലായിരുന്നു വിധി. ജനുവരിയിൽ ബംഗ്ലാദേശിൽ നടന്നത് ഡെമ്മി തെരഞ്ഞെടുപ്പാണെന്നാണ് ട്രൈബ്യൂണൽ കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷമുണ്ടായ ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തിയെന്ന പേരിലാണ് ഷെയ്ഖ് ഹസീന വിചാരണ നേരിട്ടത്. ഹസീനയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അസദ് ഉസ്മാൻ ഖാൻ കമാൽ, അന്നത്തെ IG ചൗധരി അബ്ദുള്ള അൽ മുമാൻ എന്നിവരുടെ പേരിലും കുറ്റം ചുമത്തിയിട്ടുണ്ട്. കൊലപാതകം, കൊലയ്ക്കുള്ള ശ്രമം, പീഡനം, മനുഷ്യത്വമില്ലാത്ത മറ്റു പ്രവൃത്തികൾ എന്നിവയ്ക്കാണ് ഹസീനയുടെ പേരിൽ ചുമത്തിയിരിക്കുന്നത്. ഷെയ്ഖ് ഹസീന അധികാരം ഉപയോഗിച്ച് മാനവികതയ്ക്ക് മേൽ ആക്രമണം നടത്തിയതായി കോടതി വിലയിരുത്തി. പ്രക്ഷോഭകാരികൾക്കുമേൽ മാരകായുധം പ്രയോഗിക്കാൻ ഉത്തരവിട്ടു. വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ വെടിവെപ്പിനെ കുറിച്ച് ഹസീനയ്ക്ക് അറിവുണ്ടായിരുന്നു. പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹ പരിശോധനാ റിപ്പോർട്ട് ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തി തിരുത്തൽ നടത്തി തുടങ്ങിയതിന് തെളിവുണ്ടെന്നും കോടതി പറഞ്ഞു. വിധിക്ക് പിന്നാലെ ഷെയ്ഖ് ഹസീനയുടെ ധാക്കയിലെ വീടിന് മുന്നിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹസീനയുടെ വീടിന് മുന്നിൽ ബുൾഡോസറുകളും നിർത്തിയിട്ടതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. 2024 ജൂലൈയിലുണ്ടായ പ്രക്ഷോഭത്തെ തുടർന്ന് ഓഗസ്റ്റ് 5-ന് രാജിവെച്ച് നാടുവിട്ട ഹസീന അന്നു മുതൽ ഇന്ത്യയിലാണ് കഴിയുന്നത്. ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 വരെ നീണ്ട പ്രക്ഷോഭത്തിൽ 1400ഓളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് UN കണക്ക്. അതേസമയം തനിക്കെതിരായുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും ഇത്തരത്തിലുള്ള ഒരു കുറ്റവിചാരണയെ താൻ കാര്യമാക്കിയെടുത്തിട്ടില്ലെന്നും ഹസീന പറഞ്ഞു. മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ തന്റെ പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അത് നടക്കില്ലെന്നും ഹസീന പറഞ്ഞു. അത്ര എളുപ്പത്തിൽ അവാമി ലീഗിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അടിത്തട്ടിൽ നിന്ന് വളർന്ന പാർട്ടിയാണിത്. അധികാരം പിടിച്ചെടുത്തയാളുടെ പോക്കറ്റിൽ നിന്ന് കിളിർത്തു വന്നതല്ല എന്നും ഹസീന പറഞ്ഞു.